നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന, അതും കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് മിൽമയുടെ തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ നിലവിലുള്ള ജൂനിയർ സൂപ്പർവൈസർ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. മിൽമ, അതായത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, നമ്മൾ മിൽമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മിൽമയുടെ തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലാണ് ഈ വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റിന്റെ പേര് ജൂനിയർ സൂപ്പർവൈസർ എന്നുള്ളതാണ്. താല്പര്യം നിയമിക്കപ്പെടുന്നവരെ തിരുവനന്തപുരം കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ കീഴിലായിരിക്കും നിയമിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. അതായത് www.cmd.kerala.gov.in എന്ന സൈറ്റ് വഴി വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, മറ്റു രീതിയിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല. അപ്പൊ ഇതിലേക്കുള്ള അപേക്ഷകൾ 2025 ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 22 വരെ സ്വീകരിക്കുന്നതായിരിക്കും. അതായത് അവസാന തീയതി ഫെബ്രുവരി 22 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ വേക്കൻസികളുടെ ഡീറ്റെയിൽസും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റാണ്. 11 വേക്കൻസികളാണുള്ളത്. അപ്പൊ പോസ്റ്റിംഗ് വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലായിരിക്കും. തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ കീഴിലുള്ള തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിലായിരിക്കും നിയമനം ലഭിക്കുക. ഇതിനുവേണ്ട യോഗ്യത 2025 ഫെബ്രുവരി 8 യോഗ്യത നിർബന്ധമായും എക്സ്പീരിയൻസും അതുവരെയുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞ സമയത്ത് ഈ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. അതായത് 1ാം ക്ലാസ്സിലുള്ള ബിരുദത്തോടൊപ്പം HDC, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി വിത്ത് കോർപ്പറേഷൻ, അല്ലെങ്കിൽ BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ എന്നുള്ള കോഴ്സ്, ഈ 3 കോഴ്സ് പാസ്സായിരിക്കും. അതോടൊപ്പം മിനിമം 3 വർഷത്തേലും എക്സ്പീരിയൻസ് ജൂനിയർ സൂപ്പർവൈസർ ആയിട്ട് ഉണ്ടായിരിക്കണം. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാർക്ക് 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക്, എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. ശമ്പളം ബാധിക്കുന്ന കൺസോളിഡേറ്റഡ് ശമ്പളമാണ്. പ്രതിമാസം 23,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളൊരു കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്തതിനു ശേഷം അതും സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന 50 KB സൈസ് കുറവായിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ ഫുൾ സിഗ്നേച്ചർ ആയിരിക്കണം ഇടേണ്ടത്. അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും സിഗ്നേച്ചർ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ID പ്രൂഫ് ആയിട്ടാണ് ഉപയോഗിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യൻ സിറ്റിസൻസ് ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കുക. ഫുള്ളി എലിജിബിൾ ആണെങ്കിൽ മാത്രം അപേക്ഷിക്കുക. സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകി അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ ഒക്കെ ഒരുപക്ഷെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ അത് ക്യാൻസൽ ചെയ്യപ്പെടും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതില് പരീക്ഷ ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല, നേരിട്ട് ഇന്റർവ്യൂ വഴി ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, അതുപോലെ മാർക്ക് ലിസ്റ്റ് കോപ്പികളൊക്കെ ഒറിജിനൽ ഡിഗ്രി, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആയിരിക്കണം അപ്ലോഡ് ചെയ്യണം കാര്യം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇൻഫർമേഷനും റിട്ടേൺ ടെസ്റ്റോ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അസസ്മെന്റിന്റെ സമയത്തേക്ക് നിങ്ങളെ അറിയിക്കുന്ന ഇമെയിൽ വഴി, SMS വഴി. അതുകൊണ്ട് നിർബന്ധമായും ഇമെയിൽ IDയും ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം അപ്ലൈ ചെയ്യുന്ന എല്ലാവരും വിളിക്കണം. അതിൽ നമ്മൾ ഒരു മാർക്കൊക്കെ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ ആയിരിക്കും. പോസ്റ്റിന്റെ വേക്കൻസികളുടെ എണ്ണം അനുസരിച്ചായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നവരെ അടുത്ത റൗണ്ടിലേക്ക് റിട്ടേൺ ടെസ്റ്റിനോ ഇന്റർവ്യൂവിലേക്ക് വിളിക്കുക. അത് അങ്ങനെയുള്ളവരെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ SMS വഴിയോ അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.